Hello friends, welcome to channel 𝙑𝙤𝙙𝙬𝙧 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പോസിറ്റീവ് പേ സിസ്റ്റം തന്നെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴി കുറവാണ്, പക്ഷേ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഒരു ബാങ്കിങ് സിസ്റ്റമാണ്. നമ്മുടെ ചെക്കുകളില്ലേ, നമ്മൾ ചെക്ക് കൊടുക്കില്ലേ, അതിനുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി എടുക്കുന്നതാണ് ശരിക്കും. ഇത് ആക്ച്വലി ബാധകമാവുന്നത് നമ്മുടെ 50,000-ന് മുകളിലുള്ള മുകളിൽ എഴുതണ ചെക്കിനാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RBI സെപ്റ്റംബർ 2020 അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ചെക്ക് ഫ്രോഡും കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ പോലത്തെ ഒരു ഫീച്ചറാണിത്. എന്താ സംഭവം ഞാൻ കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ നിങ്ങളറിയാം, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ 1 ലക്ഷത്തിൻ്റെ ചെക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ചെക്ക് ഒരു ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അവർ ഡയറക്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ അവർക്ക് കൊടുക്കണം, എന്നാലാണ് ആക്ച്വലി 50,000-ന് മുകളിലുള്ള ചെക്കുകൾ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഈ കൺഫർമേഷൻ ആക്ച്വലി ഇമെയിൽ വഴി, നോർമൽ ഇമെയിൽ വഴിയാണ്, പിന്നെ SMS വഴിയും അതുപോലെ തന്നെ ബാക്കിയുള്ള നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ കൊടുക്കാൻ പറ്റും. ആക്ച്വലി എന്ന് വെച്ചാൽ ജസ്റ്റ് ബാങ്കിനെ ഒന്ന് അറിയിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ബുക്കല്ല, ചെക്ക് ലീഫ് കൊടുത്തിട്ടുണ്ട്, അത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടി വരും, ചെക്ക് നമ്പർ കൊടുക്കേണ്ടി വരും, ഡേറ്റ്, എമൗണ്ട്, അതുപോലെ തന്നെ പേയുടെ ഡീറ്റെയിൽസ്, നമുക്ക് ആർക്കാണ് കൊടുക്കണേ അയാളുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ആക്ച്വലി അവർ അത് ക്ലിയർ ചെയ്യുള്ളൂ നമ്മുടെ ചെക്ക്. അപ്പോൾ പിന്നെ ഇത് ആക്ച്വലി 24 hour മുമ്പ് ക്ലിയറിങ്ങിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. മുമ്പ് ക്ലിയറിങ്ങിന് കൊടുക്കണം, നമുക്ക് ആക്ച്വലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് പറയുന്നത് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര അധികം ബാങ്കുകൾ ഇത് ഫോളോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ താഴെയുള്ളവർക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ RBI ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ എല്ലാ ബാങ്കുകളും ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ അത് ആക്ച്വലി ഒരു നല്ല സംഭവമാണ്. എന്ന് വെച്ചാൽ ചെക്ക് ഫ്രോഡും കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചെക്ക് ബുക്ക് പോയാൽ തന്നെ, അല്ലെങ്കിൽ ചെക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ചെക്ക് പോയാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാണ്ട് ബാങ്ക് അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ അത് നല്ല സംഭവമാണ്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പോലെ കോളും കാര്യങ്ങളൊക്കെ വരും അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊരു നല്ല സംഭവം തന്നെയാണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ബാങ്കും ഉണ്ട്, SBI ഉണ്ട്, ഫെഡറൽ ബാങ്കിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിങ്ങൾക്ക് HDFC ഉണ്ട്. അപ്പോൾ എല്ലാ ബാങ്കിനും ഉണ്ട്, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ എല്ലാ സെൻട്രൽ ബാങ്കിനും ഉണ്ട് സംഭവം. അപ്പോൾ ചെക്ക് ബുക്ക് ചെക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. Instagram, Facebook ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തിട്ട് ഇടാം.